ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ശരിക്കും വീക്കെൻഡ് പ്രൊമോ വന്നിട്ടില്ല, പക്ഷേ നെക്സ്റ്റ് വീക്കിലെ ഷെഡ്യൂളിൻ്റെ കൂടെ വന്നൊരു പ്രൊമോ ആണ് ഞാനിപ്പോൾ പറയണത്. അങ്ങനെ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് ശ്രുതി ശ്രുതി എനിക്ക് തന്നോട് തനിച്ച് ഒരു കാര്യം സംസാരിക്കണം എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞോളൂ എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ അടുത്തേക്ക് വരുമ്പോൾ ശ്രുതിയുടെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുക കേട്ടോ. അപ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ നെഞ്ചിടിക്കുന്നുണ്ട്. അശ്വിനെ മനസ്സിലായി ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന്. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് ശ്രുതിനെ തിരിച്ച് നിർത്തുവാണ്. എന്താ സാർ ഇതെന്ന് പറയുമ്പോൾ താൻ ശരിക്കും കണ്ണാടിയിലേക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. കണ്ണാടി നോക്കുന്ന ശ്രുതി പോകാട്ടോ. അവിടെ ദേ ഇരിക്കുന്നു പൊട്ട്, അതായത് ശ്രുതിയുടെ നെറ്റിയിൽ നിന്ന് എപ്പോഴോ പോയ ആ ഒരു വട്ടപ്പൊട്ട് അശ്വിൻ എവിടെയോന്നോ കിട്ടിയത് കണ്ണാടിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ശ്രുതി ആ പൊട്ട് കാണുമ്പോൾ സന്തോഷമാണ്. അത് തന്നെ നെറ്റിയിലേക്ക് വെക്കുന്ന രീതിയിലേക്ക് ശ്രുതി കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വീണ്ടും അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴും നമ്മുടെ അശ്വിനൊരു ഫോൺ കോൾ വരുമ്പോഴേക്കും അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. ആ ഫോൺ കോൾ അഞ്ജലിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നുള്ള കോളാണ്. അപ്പോൾ അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതിക്ക് അറിയില്ല ഈ കോളാണ് അശ്വിനെ വന്നതെന്ന്. ശ്രുതി വയ്ക്കും അശ്വിൻ ഇപ്പോൾ വരുമായിരിക്കും വെച്ചാൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ശേഷം അപ്പുറത്ത് അമ്മായി വിളിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ കണ്ണാടിയിൽ, അതായത് പൊട്ടൊട്ടിച്ച് വെച്ചിരിക്കുന്ന അതേ കണ്ണാടിയിൽ ലിപ്സ്റ്റിക്ക് കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് തന്നെ കാണണം, മുകളിലേക്ക് വരണം, അതായത് ടെറസിൻ്റെ മുകളിലേക്ക് വരണം, ഞാൻ അവിടെ കാത്തിരിക്കും എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. ശ്രുതി വിചാരിക്കും ഇത് അശ്വിൻ തന്നെയാണ് എഴുതിയത്, എന്നോട് ഇഷ്ടമാണെന്ന്, എന്നോട് പ്രണയം പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിച്ചു വരുത്തുന്നത്, എന്തായാലും പോകാം, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തന്നെയാണ് സാറ് പറയാൻ പോണത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വല്ലാത്ത സന്തോഷത്തിൽ ഒന്നും കൂടി അണിഞ്ഞൊക്കെ ഒരുങ്ങിയിട്ട് മുകളിലേക്ക് പോയി സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുക കേട്ടോ. പെട്ടെന്നാണ് ശ്രുതി ഞെട്ടിപ്പോകുന്നത്. അത് അശ്വിനല്ല, ശ്യാമാണ് അവിടെ എഴുതി വെച്ചിട്ട്. അശ്വിനാണെന്ന രീതിയിൽ ശ്യാമാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ശേഷം ശ്രുതി മുകളിലേക്ക് വരുമ്പോഴേക്കും ശ്രുതിനെ കടന്നു പിടിച്ച് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പ്രണയമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശ്യാം അങ്ങനെ ചെയ്തത്. ശ്രുതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. ശ്യാമാണെങ്കിൽ സത്യം മനസ്സിലാക്കി, ശ്രുതിയും അശ്വിനും തമ്മിൽ പ്രണയമാണെന്ന് മനസ്സിലാക്കിയ ശ്യാം എങ്ങനെയെങ്കിലുമൊക്കെ ശ്രുതിനെ സ്വന്തമാക്കാൻ നോക്കും. ആ ഒരു ഭാഗമാണ് നമ്മൾ എന്തായാലും തിങ്കളാഴ്ച കാണാൻ പോണത്. ഈ പ്രൊമോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീക്കെൻഡ് പ്രൊമോ എല്ലാ സീരിയലും ഇട്ടതിന് കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.